പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ ഈ സുവിശേഷത്തിൻ്റെ ഓരോ താളുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ഔസ്യപിതാവിന് നമ്മളോട് എന്ത് പറയാനുണ്ട്? എങ്ങനെ ഈ വളർത്തുപിതാവിനെ ജീവിതത്തിൽ മാതൃകയാക്കുമ്പോഴാണ് എനിക്ക് യേശുവിനെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭാഗ്യപ്പെട്ട യൗസേപ്പിനെ നമ്മൾ ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. എന്നെ പ്രതി, അപ്പോൾ സുവിശേഷത്തെ പ്രതി, യേശുവിനെ പ്രതി, യേശു നിർത്തിയത് കൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും, അപ്പോൾ ഒന്ന്, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു, നമ്മളെ അവഹേളിക്കുന്നു. എന്തിനെ പ്രതി? യേശുവിനെ പ്രതി. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, നമ്മൾ ദൈവം പറഞ്ഞത് അനുസരിച്ചതുകൊണ്ട് നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നു, നമ്മളെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്നു. യേശുവിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുന്നു. യേശുവിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ എല്ലാവിധ ദുഷ്പ്രചരണങ്ങളും നമുക്കെതിരെ നടത്തുന്നു. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ ആരാണ്? ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശു പറഞ്ഞു, പച്ചമരത്തിന് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഉണക്കമരത്തിന് എന്തു തന്നെ സംഭവിക്കും? പച്ചമരത്തിന് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഉണക്കമരത്തിന് എന്തു തന്നെ സംഭവിക്കും? ഈശോ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും. അവിടെയാണ് നിങ്ങൾ സ്വർഗത്തിനുള്ളവരാണോ എന്ന് തിരിച്ചറിയുന്നത്. കുരിശിൻ്റെ വഴിയിൽ മനോഹരമായൊരു പ്രാർത്ഥന ആബേലച്ചൻ കുറിച്ചിടുന്നുണ്ട്. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അതിൻ്റെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, നീ പ്രവാചകന്മാരിലൊരുവൻ, ഏലിയ. യേശുവിൻ്റെ വളരെ അർത്ഥവത്തായ ചോദ്യം, ഹൂ ഐ ആം ഫോർ യു, ഞാൻ നിനക്കാരാണ്? പത്രോസ് പറഞ്ഞു ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു. നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ സഭ പണിയും. ഈശോ ആശീർവദിക്കുകയാണ് പത്രോസിനെ. എന്നാൽ തൊട്ടടുത്ത വചനം, അപ്പോൾ മുതൽ ഈശോ
തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും താൻ അവരുടെ കയ്യിൽ പെടുമെന്നും താൻ ക്രൂശിക്കപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും അവരെ അറിയിക്കുവാൻ തുടങ്ങി. യേശുവിനെ പത്രോസ് മാറ്റി നിർത്തി പറഞ്ഞു, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, കുറച്ചു മുമ്പ് യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, നരകവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പത്രോസിനെ യേശു സാത്താൻ എന്ന് വിളിക്കുന്നു. കാരണം പീഡനമുണ്ടായപ്പോൾ ദൈവിക പദ്ധതിയിൽ നിന്ന് പത്രോസ് വ്യതിചലിക്കുന്നു. കുരിശിൻ്റെ മുമ്പിൽ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് വ്യതിചലിക്കുന്നു. അങ്ങനെ വ്യതിചലിക്കാത്തൊരു മനുഷ്യൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിലുണ്ട്. അങ്ങനെ വ്യതിചലിക്കാത്തൊരു മനുഷ്യൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിലുണ്ട്. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. ജോസഫിൻ്റെ ആദ്യത്തെ തീരുമാനം എന്താ? മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. ജോസഫിന് മുമ്പിൽ 2 തീരുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കല്ലെറിയാൻ മറിയത്തെ കാണിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. എന്ന് വെച്ചാൽ ആൾക്കാരറിയും ഇത് ജോസഫ് ചെയ്തിട്ട് പോയതാണെന്ന്. അപ്പോൾ ജോസഫിന് മറ്റുള്ളവർ കുറ്റം പറയും, ജോസഫിന് മറ്റുള്ളവർ ആരോപണം കൊണ്ടുവരും. ജോസഫ് അതൊന്നും നോക്കുന്നില്ല. അതായിരുന്നു ജോസഫിൻ്റെ മനസ്സ്. ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ജോസഫ് അവിടെ തന്നെ മറിയത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ആരും അവളെ കല്ലെറിയരുത്, അത് ഞാൻ ഏറ്റെടുക്കാം. എന്നാൽ ദൈവദൂതൻ പറഞ്ഞു, നീ മറിയത്തെ സ്വീകരിക്കുക. മറിയത്തെ സ്വീകരിക്കാൻ പറയുമ്പോൾ ജോസഫിൻ രണ്ടാമത് ചിന്തിക്കുന്നില്ല. ജോസഫിനറിയാം, ഇത് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാ. അതിൻ്റെ പേരിൽ എന്താരോപണം ഉണ്ടായാലും, അതിൻ്റെ പേരിൽ എന്തോരം സഹിക്കേണ്ടി വന്നാലും, അതിൻ്റെ പേരിൽ എന്തോരം ഉരുകേണ്ടി വന്നാലും, ഇത് ദൈവഹിതമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ വളർത്തിക്കൊള്ളാം, ഞാൻ സൂക്ഷിച്ചുകൊള്ളാം, ഞാൻ ഓടിക്കൊള്ളാം. ആ ആത്മീയതയുടെ പേരാണ് ജോസഫ്. ഇവിടെയാണ് നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. ഇത് യേശു പറഞ്ഞത് കൊണ്ട് യേശുവിന് വേണ്ടി ഞാനിത് സ്വീകരിക്കുന്നു, സഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു, പത്രോസ് പറഞ്ഞു ഇത് സംഭവിക്കാതിരിക്കട്ടെ. എന്നാൽ അതേ പത്രോസ് പറയുന്നുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്, എന്നെ എൻ്റെ ഗുരുവിനെ പോലെ കുരിശിൽ തറയ്ക്കരുത്, എന്നെ തലകീഴായിട്ട് തറയ്ക്കണം. പത്രോസ് ആ കൃപയിലേക്ക് വളർന്നു. ഞാൻ യേശുവിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ ജീസസ്. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ സഹനം മുഴുവനും ഞാൻ യേശുവിനോട് ചേർത്ത് വയ്ക്കണം. എൻ്റെ സഹനം മുഴുവനും ഞാൻ യേശുവിൻ്റെ കുരിശിൽ അർത്ഥം കാണണം. ഈശോ പറഞ്ഞു, മറ്റുള്ളവർ എന്നെ പ്രതി നിങ്ങളെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. എനിക്ക് ഒരു കുടുംബത്തെ അറിയാം. ഈ ജോസഫ് എന്നൊക്കെ പറയുന്നത് സുവിശേഷത്തിൽ വായിച്ച് അവസാനിക്കേണ്ടതൊന്നും അല്ല. എനിക്കൊരു കുടുംബത്തെ അറിയാം. ആ കുടുംബത്തിൽ ഇന്ന് ഒരു മകൻ വിദേശത്താണ്, കുടുംബമായിട്ട് ജീവിക്കുന്നു. മറ്റൊരു മകള് നല്ല ഒരു കുടുംബത്തിൽ വിവാഹം ചെയ്തു. അപ്പൻ ഉണ്ട്, അമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനാവസരത്തിലാണ് ഈ കുടുംബത്തിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിലെ മകൻ്റെ ഭാര്യ, മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, മകൻ്റെ ഭാര്യ എന്തോരം സ്നേഹത്തോടെയാണെന്നറിയാവോ ഈ മാതാപിതാക്കളെ, അമ്മായിയപ്പനെ അമ്മായിയമ്മയൊക്കെ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ നന്മയാ. അപ്പോൾ
ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അതല്ല ചെയ്തതിൻ്റെ കടമയാ. അവൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ നന്മ ഞങ്ങൾ ആരും അല്ലച്ച, ഞങ്ങളുടെ അപ്പനാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛാ? അതിന് കാരണം അച്ഛൻ അവിടുത്തെ അമ്മയെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, കണ്ടു അച്ഛാ. അമ്മയ്ക്ക് ഒരു മാനസിക രോഗമുണ്ടായിരുന്നു. ഇത് അപ്പനറിയാം. ഒന്നും ചെയ്യില്ല. ഫുൾ ടൈം കിടപ്പ്, ഒന്നും ചെയ്യില്ല. അച്ഛാ, എൻ്റെ ഭർത്താവ്, എൻ്റെ നാത്തൂൻ ഈ കുഞ്ഞുങ്ങളുടെ ജനനം മുതലെല്ലാം നോക്കിയത്, എല്ലാം ഒരു അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ അപ്പനാ. അച്ഛറിയാവോ, ഈ അപ്പനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഈ പെണ്ണ് ചെയ്യുന്ന ജോലി ചെയ്യാൻ, ഈ ഭ്രാന്തിയുടെ കൂടെ ജീവിക്കാൻ? നാട്ടുകാർ മുഴുവനും ആരോപണം പറഞ്ഞു. എൻ്റെ അച്ഛാ, ഒരു പുറമേ നിന്ന് നോക്കുന്നവർക്ക് അമ്മയ്ക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാകില്ല. എന്നാൽ ഒരു കാര്യവും ചെയ്യില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. പുറമേ ഉള്ളവർക്ക് മനസ്സിലാകില്ല. അച്ഛനറിയാവോ, ഈ അമ്മയെയും അയൽപക്കത്ത് വീട്ടിൽ പണിക്ക് വരുന്ന ഒരു പണികാരനെയും കൂടി ചേർത്ത് നാട്ടുകാർ അതും ഇതും പറഞ്ഞു. അപ്പോൾ പോലും ഒരു ചെറിയ പുഞ്ചിരിയോടെ, ഒരു കുറ്റം പോലും പറയാതെ അത് അംഗീകരിച്ച് ആ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും, ഒരു ഭാര്യയുടെ ബ്ലൗസ്, സാരി ഇത് മാറുന്നതുൾപ്പെടെ കുട്ടികളുടെ കാര്യം വരെ ചെയ്ത ഒരപ്പനാണച്ചാ എൻ്റെ അമ്മായിയപ്പൻ. ഇത് സ്വന്തം മക്കൾ അപ്പനെക്കുറിച്ച് എന്നോട് പറഞ്ഞതല്ല. മറ്റൊരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു വന്നൊരു മരുമകൾ അവളുടെ അമ്മായിയപ്പനെ കുറിച്ച് പറഞ്ഞതാണ്. എനിക്ക് വലിയ ബഹുമാനം തോന്നി ആ മനുഷ്യനോട്. ആ മനുഷ്യൻ ഒരു ദിവസം എൻ്റെ കൂടെ വീട് കാണിക്കാൻ വേണ്ടി നടന്നു. അപ്പോഴും ഒരു സങ്കടം പോലും പറഞ്ഞിട്ടില്ല. സുഖമാണച്ച, സന്തോഷമാണച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതികളില്ലാതെ പോകുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 10, 35, 40 വർഷം ഈ മനുഷ്യൻ ദാമ്പത്യ ജീവിതത്തിൽ ഈ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്, ഈ രക്തസാക്ഷിത്തിലൂടെ കടന്നു പോവുകയാണ്, ഈ പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഈ മക്കൾ പഠിച്ചതും വിദേശത്തെത്തിയതും ഇന്ന് കുടുംബമായതും. ആ അപ്പൻ എന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാകുമായിരുന്നോ? കാരണം വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞതാണ് ഭാര്യ ഒരു മാനസിക രോഗിയാണ് എന്ന്. പക്ഷേ അവളെ കുളിപ്പിക്കുന്നതും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും ഉൾപ്പെടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ അപ്പൻ നിർവഹിച്ചപ്പോഴും നാട്ടുകാർ മുഴുവനും ഈ മനുഷ്യനെ കളിയാക്കിയപ്പോഴും ഇല്ലാത്ത ആരോപണങ്ങൾ ഈ മനുഷ്യനെതിരെ എഴുന്നപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു എന്നതല്ല, ഇന്നും ഒരു പരാതി അദ്ദേഹത്തിനില്ല. അതിൻ്റെ പേരാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഇടയിലുള്ളൊരു കുടുംബത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം. ഞാൻ ഈ നിൽക്കുന്നത്, ഞാൻ ഈ ഭാര്യയോട് താമസിക്കുന്നത്, ഞാൻ ഈ സഹനം ഏറ്റെടുക്കുന്നത്, ഇത് യേശുവിൻ എന്നെ നിർത്തിയത് കൊണ്ടാണ്. ഇത് യേശു അനുവദിക്കുന്നതാണ്, യേശു അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ പറ്റി. ലോകത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. ലോകത്തിനൊരു സൊല്യൂഷനുണ്ട്. ഇങ്ങനൊരു പെണ്ണാണെങ്കിൽ ഉപേക്ഷിക്കുക എന്ന ലോകത്തിന് സൊല്യൂഷനാണ്. കാരണം ലോകം എന്തിനെ കാണുന്നില്ല? ലോകം ദൈവത്തെ കാണുന്നില്ല. അതറിയണമെങ്കിൽ നമ്മൾ വായിക്കേണ്ട ഒരു തിരുവചന ഭാഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ വധിക്കുന്നുണ്ട്. സ്തെഫാനോസ് പീഡനം, ആദ്യത്തെ രക്തസാക്ഷിയാണ് കേട്ടോ. ഈ മനുഷ്യനെ കുറിച്ച് പറയാതെ ഈ യേശു പറയുന്ന യേശുവിനെ പ്രതിയുള്ള പീഡാസഹനത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്.
ഇതാ വചനം പറയുന്നു, വചനം നമ്മൾ ഇപ്രകാരം കാണുന്നു, അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ശ്രദ്ധിക്കുക, അടുത്ത വചനം, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി പിലീസ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ശ്രദ്ധിക്കുക, കുറെ പേര് കല്ലെറിയുന്നു, ലോകം കല്ലെറിയുന്നു, ലോകം ചെവി പൊത്തുന്നു. പക്ഷെ സ്തെഫാനോസ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് നോക്കി ഒരു കാഴ്ച കാണുന്നു. ദൈവം വലതു ഭാഗത്ത്, യേശു. സ്തെഫാനോസ് കല്ലെറിഞ്ഞ് വീഴുമ്പോൾ, ഈ ആൾക്കാർ കല്ലെറിയുമ്പോൾ സ്തെഫാനോസിൻ്റെ ഉറപ്പെന്താ? സ്തെഫാനോസിനൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഞാൻ ഇവിടെ വീഴുന്നത്, എന്നെ ഇവർ കല്ലെറിയുന്നത്, ഞാനിവിടെ മരിച്ചു വീഴുന്നത്, ഞാനിവിടെ രക്തം വാർന്ന് മരിക്കുന്നത് ദേ യേശു കാണുന്നുണ്ട്. ഇത് ലോകം കാണുന്നില്ല. എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ സഹിക്കാൻ കാരണം? സമീന്ദർ സിംഗ് അത്രയും കുത്തിയപ്പോൾ റാണി മരിയ ആ കുത്ത് നിന്ന് കൊള്ളാൻ കാരണം എന്താ? കാരണം ഇതാണ്, യേശു എൻ്റെ ജീവിതം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഗ്രഹാം സ്റ്റെയിൻസ് ആ രാത്രിയിൽ അവര് പച്ചയ്ക്ക് കൊളുത്തിയപ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് ഒരു ദൈവത്തെ. ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം എടുത്തു വയ്ക്ക്. ഇതാ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് വിശന്ന് വലഞ്ഞ് ഒരു തരി ഭക്ഷണത്തിന് വേണ്ടി ആക്രോശിക്കുന്ന വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് ക്രിസ്ത്യാനികളെ അഴിച്ചുവിട്ടിട്ട്, അല്ലെങ്കിൽ ആ വന്യമൃഗങ്ങളെ ക്രിസ്ത്യാനികളെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടു നിർത്തി ഗ്യാലറിയിൽ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ ഇരുത്തി ക്രൂര വിനോദം ചെയ്യുമ്പോൾ, ക്രിസ്ത്യാനികളെ ഈ ഗ്രൗണ്ടിലേക്ക് അഴിച്ചുവിടുമ്പോൾ, ഈ വന്യമൃഗങ്ങൾ ക്രിസ്ത്യാനികളെ വലിച്ചു കീറി തിന്നുമ്പോൾ, ഗ്യാലറിയിൽ നിന്ന് ആൾക്കാർ കൈയടിക്കുമ്പോൾ ഒരു പരാതിയും കൂടാതെ അവരവിടെ സഹിക്കുന്നുണ്ടെങ്കിൽ അവർ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ ഗ്യാലറിയിൽ ഇരിക്കുന്നവർ കാണുന്നത് കടിച്ചു കീറുന്ന സിംഹത്തെയും നിസ്സഹായരായ ക്രിസ്ത്യാനികളെയുമാണ് എങ്കിൽ അവർ കാണുന്നത് മുകളിൽ നിൽക്കുന്നൊരു ദൈവത്തെയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ മനുഷ്യൻ എന്ന വാക്ക് ഒരിക്കലും ചേരാത്ത ചിലര്, യേശുവിൽ ചിലർ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരുടെ കണ്ണുകെട്ടി കഴുത്തറുക്കുന്ന കാഴ്ചകൾ. ഒരു പരാതിയില്ലാതെ ഒരു കോഴിയോ ഒരാടോ നിന്നു കൊടുക്കുന്നത് പോലെ ഒരു പരാതിയില്ലാതെ ചിരിച്ചുകൊണ്ട് അവരുടെ കത്തിമുനയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആരാണ് ദൈവമുള്ളവര്? ദൈവം കൂടെയുള്ളവരാരെന്ന് ഇതിനേക്കാൾ കൂടുതൽ വലിയ തെളിവ് വേണോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തേ, 2000 വർഷത്തെ സഭയുടെ ചരിത്രം എടുത്തേ. 2000 വർഷത്തെ സഭയുടെ ചരിത്രം. ഈ സഭയ്ക്കുണ്ടായ, കത്തോലിക്ക സഭയ്ക്കുണ്ടായ പീഡനം വേറെ ഏതെങ്കിലും ഒരു സഭയ്ക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നോ? നമുക്കറിയാം, ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊന്ന സ്ഥലം, ക്രിസ്ത്യാനികളെ ഒരു തടിയിൽ കിടത്തിയിട്ട് ഈ തടി അറുക്കുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ നടുക്ക് കൂടി അറുക്കവാൾ വിട്ട സ്ഥലം, ക്രിസ്ത്യാനികളെ രാത്രി വലിയ പാട്ട് നടത്തുമ്പോൾ തുണി ചുറ്റി അതിൽ ഡീസൽ എണ്ണ ഒഴിച്ച് അത് പന്തമായിട്ട് കത്തിച്ചു നിർത്തിയ സ്ഥലം, ക്രിസ്ത്യാനികളെ വിശന്നു വലഞ്ഞ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അത് ഗ്യാലറിയിൽ ടിക്കറ്റ് വെച്ച് അത് ആഘോഷമാക്കിയ സ്ഥലം ഏതെന്നറിയാവോ? ആ സ്ഥലത്തിൻ്റെ പേരാണ് റോം. ക്രിസ്ത്യാനികൾ എന്ന പേര് കേട്ടാൽ അവരെ തലയർത്തിരുന്നൊരു സ്ഥലം
ഇന്ന് ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്രമായെങ്കിൽ അതാണ് ക്രൈസ്തവ ചരിത്രം. അതാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവന് തലവെട്ടിയിരുന്ന നാട്ടിൽ ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്രമായെങ്കിൽ, റോം ആയെങ്കിൽ, റോം എന്ന് പറഞ്ഞാൽ അത് മാർപ്പാപ്പ, അത് ക്രിസ്തുമതം എന്നാണ് അർത്ഥം. റോം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്രം എന്നാണ്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കണം, നീ പീഡിപ്പിക്കപ്പെടുന്നിടത്ത്, നീ കല്ലെറിയപ്പെടുന്നിടത്ത്, നീ ആരോപണം കേൾക്കുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്തും. അത് ലോകത്തിന് മനസ്സിലാകില്ല. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭയ്ക്ക് 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് സഭയുടെ ഗോൾഡൻ ഏജ് എന്ന് വെച്ചാൽ സുവർണ കാലഘട്ടം. 2 ഇരുണ്ട കാലഘട്ടം അഥവാ ഡാർക്ക് ഏജ്, ഇരുണ്ട കാലഘട്ടം. അർത്ഥം എന്താ? സഭ ഏറ്റവും കൂടുതൽ പീഡനമേറ്റ, സഭ ഏറ്റവും കൂടുതൽ സഹനങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടത്തെ വിളിക്കുകയാണ് ഗോൾഡൻ ഏജ്. എന്നാൽ സഭയ്ക്ക് രാഷ്ട്രീയപരമായും ഭൗതികമായും അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തെ വിളിക്കും സഭയുടെ ഇരുണ്ട കാലഘട്ടം. എന്ന് വെച്ചാൽ സുരക്ഷിതങ്ങളുടെ നടുവിൽ എല്ലാവിധ പട്ടുമെത്തയിലും നടന്ന് വളർന്നു കയറിയ സഭയല്ല കത്തോലിക്ക സഭ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ പിടിച്ചു കയറി പരിശുദ്ധാത്മാവ് നടത്തിയ സഭയാണിത്. എന്ന് വെച്ചാൽ ഈ സഭ ഒരാളുടെയും കഴിവല്ല. ഈ സഭ ഇത്രയും പീഡനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ സഭയെ നയിക്കുന്നത് യേശുവാണ്. യേശുവിനെ ഈ സഭ ദിവസവും കാണുന്നുണ്ട്. ഈ മുറിവേറ്റ അപ്പത്തിലുണ്ടല്ലോ, യേശുവിനെ കാണുന്ന സഭയാണ് ഒരു മുറിവിലും തളരാതെ നിൽക്കുന്നത്. ഞാനിതിനെ പറഞ്ഞറിയാവോ? നമ്മുടെ കുടുംബം ഒരു സഭയാണ്. നമ്മുടെ കുടുംബം ഒരു പ്രതിസന്ധിയിലും തകരാതെ നിൽക്കണമെങ്കിൽ ഉണ്ടാകും. യേശുവിനെ ചേർത്ത് പിടിച്ചതിൻ്റെ പേരിൽ, യേശുവിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ പീഡനമുണ്ടാകും. അങ്ങനെ തകരാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം ആരംഭിക്കേണ്ടത് മുറിയപ്പെടുന്ന ഒരു അപ്പത്തിൻ്റെ മുമ്പിൽ നിന്നായിരിക്കണം. നമ്മുടെ കുടുംബം ആരംഭിക്കേണ്ടത് മുറിയപ്പെടുന്ന ഒരു അപ്പത്തിൻ്റെ ചൈതന്യമായിരിക്കണം നമ്മളെ സഹിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. മുറിയപ്പെടുന്ന ഒരു അപ്പത്തിൻ്റെ ചൈതന്യ ശക്തിയായിരിക്കണം നമ്മളെ മുറിയപ്പെടാൻ പ്രേരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ചരിത്രത്തിൽ ഏത് രക്തസാക്ഷികളെടുത്തു, സഭാചരിത്രത്തിലെ ഏത് രക്തസാക്ഷികളുടെയും തൊട്ടടുത്ത് ഒരു കുർബാനയുടെ കഥയുണ്ട്, ഒരു മുറിയപ്പെടലിൻ്റെ കഥയുണ്ട്. എന്ന് വെച്ചാൽ അതാണ് അവർ കാണുന്നുണ്ട്. ഈ യേശുവിനെ മുറിയുന്നൊരപ്പത്തിൽ, യേശുവിനെ ചിന്തപ്പെടുന്നൊരു രക്തത്തിൽ അവർ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഈശോ പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കും അല്ലേ, വിശുദ്ധരാകണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും വിശുദ്ധരാകാൻ പറ്റില്ല. വിശുദ്ധിയിലാണ് ജീവിച്ചതെന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുകയും അതിന് തക്കതായ, അതിന് സയൻറ്റിഫിക്കായ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ആ സാക്ഷ്യപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ വ്യക്തമായിട്ട് സഭയുടെ പല ഘട്ടങ്ങൾ അത് പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്ത് നീണ്ട കാലഘട്ടത്തെ പ്രോസസ്സാണ് വിശുദ്ധിയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്കറിയാം, ഒരാൾ രക്തസാക്ഷിത്വം ചൂടിയെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഉദാഹരണം റാണി മരിയ സിസ്റ്റർ രക്തസാക്ഷി ആണ് എന്ന് പറയുമ്പോൾ, റാണി മരിയ സിസ്റ്ററിൻ്റെ പേരിൽ ഇപ്പോൾ അത്ഭുതം നടക്കുന്നുണ്ട്. ഒരത്ഭുതവും വേണ്ട, ആ രക്തസാക്ഷിത്വം അത് മാത്രം മതി വിശുദ്ധനാക്കാൻ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പ്രതി പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സ്വർഗരാജ്യത്തിൽ. നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സ്വർഗരാജ്യത്തിൽ. സ്വർഗരാജ്യത്തിൽ വലിയൊരു പ്രതിഫലം എന്ന് വെച്ചാൽ, സ്വർഗരാജ്യത്തിൽ എന്നെ ദൈവം ആനന്ദത്തിൽ പങ്കുചേർക്കും. കാരണം അത് ഞാൻ യേശുവിനെ പ്രതി, ഞാൻ ഇവിടെ സഹിക്കുന്നത്, ഞാൻ കുടുംബനാഥ എന്ന നിലയിൽ, ഞാനൊരു വൈദികൻ എന്ന നിലയിൽ സഹിക്കുന്നത് ബിക്കോസ് യേശു എന്നെ വിളിച്ചു. യേശു എന്നെ വിളിച്ചത് കൊണ്ടാണ്. ഒരുപക്ഷെ നിന്റെ പൗരോഹിത്യത്തിൽ സഹനമുണ്ട്, നിന്റെ സന്യാസമർപ്പണ ജീവിതത്തിൽ സഹനമുണ്ട്, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സഹനമുണ്ട്. യു ഷുഡ് റിസീവ് ഓൾ ദീസ് പെർസിക്യൂഷൻസ് ഫ്രം ഗോഡ്സ് ഹാൻഡ്. നീ എല്ലാ പീഡസഹനങ്ങളും യേശുവിൽ നിന്ന്, യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ്
പ്രിയപ്പെട്ടവരെ, അത് രക്ഷാകരമാകുന്നത്. ലോകത്തിന് മനസ്സിലാകില്ല. ലോകത്തിന് മനസ്സിലാകാത്തതിൻ്റെ കാര്യം, ലോകം എന്തിനെ കാണുന്നില്ല? ലോകം ദൈവത്തെ കാണുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. യേശു തൻ്റെ കുരിശ് മരണത്തിൻ്റെ മുകളിൽ കണ്ടത് പിതാവിൻ്റെ ഇഷ്ടമാണ്. യേശു കുരിശിൻ്റെ മുകളിൽ കണ്ടത് പിതാവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകും ഇതുപോലെ രക്തസാക്ഷിത്വം. ഒരുപക്ഷെ നമ്മുടെ ആരുടെയും രക്തം വിയർക്കുന്നില്ല, നമ്മുടെ ആരുടെയും ശരീരത്തിൽ വാൾമുനകൾ ഏൽക്കുന്നില്ല, നമ്മളെ ആരുടെയും ശരീരത്തിൽ കുന്തമുനകൾ ഏൽക്കുന്നില്ല. പക്ഷെ എനിക്കും ഹൃദയം തകരുന്ന അനുഭവങ്ങളില്ലേ? എനിക്കും ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉണ്ടാകുന്നില്ലേ? മനസ്സറിവോടുകൂടി ഒരു തെറ്റ് പോലും ചെയ്യാതിരുന്നിട്ട്, ഒരാളെയും ദ്രോഹിക്കാതിരുന്നിട്ട്, യേശുവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ നിന്നിട്ട് എന്നെ ചിലർ കളിയാക്കാറില്ലേ? ധ്യാനക്കാരി എന്ന് പറഞ്ഞ്, പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ്, അവളുടെ കുടുംബം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാക്കുമ്പോഴൊക്കെ പതറിപ്പോകരുത്, അസ്വസ്ഥപ്പെടരുത്. കാരണം ഈശോ പറഞ്ഞു നിങ്ങൾക്കിതെല്ലാം ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്, ധൈര്യമായിരിക്കുവിൻ. ഈശോ പറഞ്ഞു, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പറഞ്ഞത് എന്താ? ദുഷ്ടനിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലോകത്തു നിന്ന് അവരെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവരെ കാത്തുകൊള്ളണം. അവർ ലോകത്തിലാണ്, അവരെ കാത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ സഹനങ്ങളിലും, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വേദനകളിലും യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ യേശുവിൻ്റെ കരുത്തിലാണ്. സ്തെഫാനോസ് ദൈവത്തെ കണ്ടതുപോലെ, യേശുവിനെ കണ്ടതുപോലെ, ഔസേപ്പിതാവ് ജീവിതത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നേരിട്ടപ്പോൾ, ഒരുപാട് കനൽ വീണ വഴികളിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ അവിടെ ദൈവകരത്തിൻ്റെ കീഴിലാണ് താനെന്ന് വിശ്വസിച്ചതുപോലെ ജീവിതത്തിൽ അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷിയാകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്ന എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും നമുക്ക് ഈശോയുടെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് കൃപയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ആരെയാണ് സുവിശേഷം ഭാഗ്യപ്പെട്ടവൻ, ഭാഗ്യപ്പെട്ടവൾ എന്ന് വിളിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വചനം, 10-11 വചനങ്ങൾ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുകയാണ്, എന്നെ പ്രതി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ. നമ്മൾ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ സുന്ദരമായ ഒരു സംഭവം പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണും, നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് 3 യുവാക്കളെ എറിയുന്നു. രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കുക. ഈ 3 യുവാക്കൾ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നത് യഹോവയെയാണ്. അവരോട് രാജാവ് പറഞ്ഞു, നിങ്ങളെ തീക്കുഴിയിലേക്ക് എറിഞ്ഞ് കൊല്ലുവാൻ ഞാൻ കൽപ്പനയിടുന്നു. ആ 3 യുവാക്കളും ഒരുപോലെ പറഞ്ഞു, അങ്ങെറിയുന്ന ഏത് തീക്കുഴിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം. അടുത്ത വചനം, ഇനി ഒരു വേള അവൻ ഞങ്ങളെ ആ തീക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ നീ നിർമ്മിച്ച ദൈവത്തെയോ വിഗ്രഹത്തെയോ ആരാധിക്കില്ല. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു, 3 പേരെയും തീക്കുഴിയിലേക്കെറിയുവാൻ. തീക്കുഴിയിലേക്കെറിയുവാൻ വരുന്ന പടയാളികൾ പോലും ആ തീയുടെ ദംശനവും ചൂടുമേറ്റ് വെന്തുരുകി മരിക്കുമ്പോൾ ഈ 3 യുവാക്കൾ തീക്കുഴിയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വരുന്നു. എന്ത് സംഭവിച്ചു എന്ന് കാണാൻ രാജാവ് വരുമ്പോൾ 3 യുവാക്കൾ തീക്കുഴിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. രാജാവ് ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 3 പേരെയാണല്ലോ എറിഞ്ഞത്, ഞാനിപ്പോൾ 4 പേർ അവിടെ നടക്കുന്നത് കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും വേദനകളും യേശുവിനോട് ചേർത്ത് വെച്ച് നമ്മൾ സ്വീകരിക്കുകയും സഹിക്കുകയും ചെയ്യുക. ഈശോ പഠിപ്പിച്ചു, പച്ചമരത്തിന് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഉണക്കമരത്തിന് എന്ത് തന്നെ സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ്
ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ഏത് സഹനത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ, എല്ലാവിധ ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഈശോ പറയുന്നത് എല്ലാ പീഡനങ്ങളുടെയും മധ്യത്തിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കാനാണ്, എല്ലാ പീഡനങ്ങളിലും ദൈവത്തെ ആരാധിക്കാനാണ്, എല്ലാ സഹനങ്ങളിലും ദൈവത്തെ സ്തുതിക്കാനാണ്. നിന്റെ തെറ്റുകൊണ്ടല്ലാതെ, നിന്റെ ദുർനടപ്പ് കൊണ്ടല്ലാതെ, നീ വിശുദ്ധിയോടെ നടന്നിട്ട്, നീ ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ചിട്ട്, നീ ദൈവപ്രമാണങ്ങൾ ഒരു അണുവിട പോലും തെറ്റാതെ ജീവിതത്തിൽ നടന്നിട്ട്, നീ ദൈവമേ എന്ന് വിളിച്ച് എല്ലാ നിമിഷവും ജീവിച്ചിട്ട്, നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും, എല്ലാ സഹനങ്ങളിലും, എല്ലാ പീഡനങ്ങളിലും, എല്ലാ ആരോപണങ്ങളിലും ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്നു യേശു. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഒരുപാട് പേരുണ്ട് ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് സഹിക്കുന്ന ഒരുപാട് പേരോട് ചേർന്ന് യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. സഹനസഭയോട് ചേർന്ന് സഹിച്ച അനേകം വിശുദ്ധരോട് ചേർന്ന് യേശുവിനെ പ്രതി രക്തസാക്ഷികളായ അനേകം പുണ്യവാന്മാരോടും പുണ്യവതികളോടും ചേർന്ന് എൻ്റെ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരും നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം. സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നേ. കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ജീവിതത്തിൽ വേദനകളേറെ
കഷ്ടനഷ്ട പീഡനകളേറിടുമ്പോൾ പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിച്ചിടാം. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡനങ്ങളേറിടുമ്പോൾ, പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗ്ഗനാഥനെ നന്ദി ചൊല്ലി ആരാധിച്ചിടാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ബാലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ബാലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. യേശുവേ, ആരാധിക്കുന്നു യേശുവേ, യേശുവേ, പ്രിയപ്പെട്ടവരെ, ഈശോ പറയുക, മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ, ടു ഇൻസൾട്ട് യു, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, ടു പെർസിക്യൂട്ട് യു, മറ്റുള്ളവർ നിങ്ങൾക്കെതിരായി വ്യാജ കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ, ടു ഗോസിപ്പ് അഗൻസ്റ്റ് യു, ഈവിൾ സ്പോക്ക് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെതിരെ ആരോപണങ്ങൾ, ചുറ്റുപാടുകളിൽ നിന്ന് പീഡനങ്ങൾ, അധിക്ഷേപങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ, എന്ത് ചെയ്തിട്ടാ ഇതെല്ലാം എനിക്ക് വരുന്നത്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഞാൻ എന്തിനാ സഹിക്കേണ്ടത്? എന്തിനാ എന്നെ ഇതുപോലെ ആരോപണം നടത്തുന്നത്? എന്തിനാ ഇതുപോലെ അവഹേളിക്കുന്നത്? എന്തിനാ ഇതുപോലെ പീഡിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ കുരിശാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ ആരോപണം നടത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. നമ്മളൊരു കാര്യം ഓർക്കുക, എങ്ങനെ നമ്മൾ സമീപിക്കുന്നു. ഒരുപക്ഷെ ഇവിടെയാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രസക്തി. എന്തോരം ആരോപണങ്ങൾ ഈ മനുഷ്യനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാം. ഇവൻ ഇതെന്തിൻ്റെ കേടാണ്? ഗർഭിണിയായ ഒരു പെണ്ണിനെ ചുമക്കേണ്ടി വരുന്നു. ഇവനൊരു പുരുഷനാണോ? ഇവനെന്തേ ഇങ്ങനെയായത്? ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ആ മനുഷ്യന് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഒരു കഴിവില്ലാത്ത വ്യക്തി, തൻ്റെ ഇടമില്ലാത്ത വ്യക്തി, അതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതിരുന്ന വ്യക്തി, ഇങ്ങനെ എന്തോരം ആരോപണങ്ങൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടാകാം. അവിടെ ഒന്നും പ്രതികരിക്കാതെ അങ്ങേയറ്റം ശാന്തമായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു ശക്തി വേണം. അങ്ങേയറ്റം പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ അതിനൊരു കൃപ വേണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു കാര്യം ഓർക്കുക, എങ്ങനെ പീഡനത്തെ ഒഴിവാക്കാമെന്നതാണ് ഇന്ന് മനുഷ്യൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ദുരിതങ്ങൾ മാറുന്ന സ്ഥലമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാം എന്ന ഒരു കാര്യമാണ് മനുഷ്യനെ ആകർഷിക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ചു, നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും വാതിൽ ചെറുതുമാണെന്നൊക്കെ യേശു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇന്ന് എങ്ങനെ പെട്ടെന്ന്
സങ്കടമില്ലാതെ സഹനമില്ലാതെ എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ കാര്യം സാധിക്കാം, അവിടെയെല്ലാം ഒരു അപകടമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ വായിക്കുന്നത്, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അതിൻ്റെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ പോയി? അത്ഭുതങ്ങൾ കുരിശിൻ്റെ വഴിയിൽ ഉപകാരപ്പെടില്ല. അത്ഭുതങ്ങൾക്ക് കുരിശിൻ്റെ വഴിയിൽ ഒരു തരി വിലയില്ല. അത്ഭുതങ്ങളുടെ മധ്യേ നിന്ന് ദൈവത്തെ ആരാധിച്ചൊരു വ്യക്തിയാണെങ്കിൽ നീ ഇങ്ങനെ അങ്ങ് ചിന്തിക്കരുത്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവാരാധകനാണെന്ന്. പതറിപ്പോകാനും ചിതറിയോടാനുമുള്ള കുരിശിന്റെ വഴികൾ ഒരുപാടുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ആ വചനം, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും അതിൻ്റെ ഫലം അനുഭവിച്ചവരും ഇപ്പോഴേ. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്, വിശുദ്ധ അല്ലെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞു, അത്ഭുതങ്ങളിലൂടെ ലോകത്തെ രക്ഷിച്ചൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്ത് ലോകത്തെ രക്ഷിക്കുവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കുരിശിലെ സഹനം വഴി നമ്മൾ രക്ഷിച്ചൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ എനിക്ക് എത്രത്തോളം ഈ കുരിശിനെ മനസ്സിലാകുന്നുണ്ട്, ഈ സഹനത്തെ മനസ്സിലാകുന്നുണ്ട്. ലോകത്തിനത് മനസ്സിലാകില്ല. ഞാൻ വിശുദ്ധിയോടെ നടന്നിട്ട്, ഞാൻ ദൈവ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിട്ട്, ഞാൻ അങ്ങേയറ്റം ദൈവമേ എന്ന് വിളിച്ച് ജീവിച്ചിട്ട് എനിക്കുണ്ടാകുന്ന സഹനങ്ങളെ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു? ലോകത്തിനത് മനസ്സിലാകില്ല. കാരണം ഈശോ പറഞ്ഞു, ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ലോകത്തിനത് മനസ്സിലാകില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ദുരിതമുണ്ടാകും, എന്നാൽ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിനത് മനസ്സിലാകില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ ഇത്രയും പീഡനമേറ്റൊരു സമൂഹമില്ല ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് തീ കൊളുത്തി നിർത്തിയ സ്ഥലങ്ങൾ, വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത സ്ഥലങ്ങൾ, ഈ സ്ഥലം ഏറ്റവും കൂടുതൽ ക്രൈസ്തവം പീഡിപ്പിക്കപ്പെട്ട സ്ഥലം ഇന്ന് ക്രിസ്തുമതത്തിൻ്റെ കത്തോലിക്ക സഭയുടെ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, റോം എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സഭയുടെ കേന്ദ്രമുണ്ടെങ്കിൽ, ഒരു കാര്യം മറക്കരുത്, ഏറ്റവും കൂടുതൽ പീഡനം ഏൽക്കേണ്ടി വന്നൊരു സ്ഥലം കൂടിയാണത്. അതിനാൽ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മുടെ എല്ലാ തകർച്ചകളിലും സഹനങ്ങളിലും യേശുവിനെ കാണാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ധ്യാനിച്ചു അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഒരു കൂട്ടം ജനങ്ങൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ കല്ലെറിയാൻ കൊണ്ടുവരുന്നു. സ്റ്റെഫാനോസിനെ കല്ലെറിയാൻ വേണ്ടി മൂർച്ചയുള്ള കല്ലുകളുമായിട്ട് ജനം ചുറ്റും നിൽക്കുമ്പോൾ അടുത്ത വചനം, സ്റ്റെഫാനോസ് കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി. അടുത്ത വചനം, അവൻ ദൈവത്തെയും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുവിനെയും കണ്ടു. എന്തായിരുന്നു സ്റ്റീഫന്റെ ഉള്ളിലെ ചിന്ത ഇതാണ്, ഞാൻ കല്ലെറിയപ്പെട്ട് രക്തം വാർന്ന് മരിച്ചു വീഴാൻ പോകുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൺമുമ്പിലാണ്. എൻ്റെ സഹനം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിശുദ്ധിയോടെ നടന്നിട്ട്, ഞാൻ ദൈവമേ എന്ന് വിളിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ വരുമ്പോൾ അത് കാണുന്നുണ്ട് എൻ്റെ ദൈവം. സ്റ്റെഫാനോസിനെ മറ്റുള്ളവർ കല്ലെറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ജനം കാണുന്നില്ല, എന്നാൽ സ്റ്റെഫാനോസ് കാണുന്നൊരു കാഴ്ചയുണ്ട്, ദൈവം, യേശു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവത്തെ കണ്ടവർക്ക് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിൽ ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റൂ. ദൈവത്തെ അനുഭവിച്ചവർക്ക്
ജീവിതത്തിലെ സഹനങ്ങളിൽ സ്തുതിക്കാൻ പറ്റൂ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കെതിരെ പീഡനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുക. കാരണം എന്താണ്? ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചവർക്ക്, ദൈവത്തെ കണ്ടെത്തിയവർക്ക്, ദൈവത്തെ കൺമുമ്പിൽ കാണുന്നവർക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ ആരാധിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഏത് സഹനവും നീ അനുവദിച്ചോ, പക്ഷെ എൻ്റെ കൺമുമ്പിൽ നിന്നെ കാണാൻ എൻ്റെ കണ്ണിന് നീ ശക്തി നൽകണം. ഏത് കുരിശും ഞാൻ സ്വീകരിക്കാം കർത്താവേ, പക്ഷേ എൻ്റെ കൺമുമ്പിൽ നീ വരണം. ഏത് കനൽ വീണ വഴികളിലൂടെയും ഞാൻ നടക്കാം കർത്താവേ, എൻ്റെ കൺമുമ്പിൽ നീ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പരാതികൾ പറഞ്ഞുകൊണ്ട്, പരിഭവിച്ചുകൊണ്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വായ്, എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു? ഞാൻ അങ്ങേയറ്റം എന്നും കുർബാനയ്ക്ക് പോയിട്ട്, ഞാൻ അങ്ങേയറ്റം എന്നും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു? ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല? അപ്പോൾ നമ്മൾ ഓർക്കുക, ഏറ്റവും സുന്ദരമായ ഒരു സങ്കീർത്തനമുണ്ട് ബൈബിളിൽ. ഏത് ചങ്ക് പൊട്ടി കരയുമ്പോഴും മനുഷ്യന് പ്രാർത്ഥിക്കാൻ ബലം നൽകുന്ന സങ്കീർത്തനം ഒരുപാട് നമുക്ക് പരിചയമുണ്ട്. ആ സങ്കീർത്തനം, ഇതിനു മുമ്പ് ആ സങ്കീർത്തനം അവൻ്റെ നാവിൽ വരുന്നുണ്ട്. നമുക്ക് ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും, ഏത് പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുമ്പോഴും, ഏത് കനൽ വീണ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ നാവിലെത്തേണ്ട ഒരു സങ്കീർത്തനം 22:1, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവനും ഞാൻ അങ്ങയെ വിളിക്കുന്നു, ഞാൻ അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു. അവർ അങ്ങയെ ശരണം വച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. എന്താണ് സങ്കീർത്തകൻ പറയുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, എന്നിട്ട് സങ്കീർത്തകൻ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചപ്പോൾ നീ കേട്ടു, നീ അവരുടെ കൂടെ നടന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? സങ്കീർത്തകൻ പറയുന്നത്, രാവും പകലും വിളിച്ചിട്ട് നീ കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഈ സങ്കീർത്തകൻ ദൈവത്തെ വിളിക്കുന്നത് മൈ ഗോഡ് എന്നാണ്. ഉപേക്ഷിച്ചുവെന്ന്, ദൈവം ഉപേക്ഷിച്ചുവെന്ന് പറയുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് മൈ ഗോഡ് എന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ കേൾക്കാതിരിക്കുമ്പോഴും, ഞാൻ നിലവിളിക്കുന്നത് അവൻ ഉത്തരം നൽകാതിരിക്കുമ്പോഴും, സ്റ്റിൽ ഗോഡ് ഈസ് മൈ ഗോഡ്. എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോൾ, എന്നെ ദൈവം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും, സ്റ്റിൽ ദാറ്റ് ഗോഡ് ഈസ് മൈ ഗോഡ്. അപ്പോഴും ആ ദൈവം എൻ്റെയാണ്. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഒരുപാട് പ്രതിസന്ധികൾ, സങ്കടങ്ങൾ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു കാര്യം ഉറപ്പു തരുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, വലുതായിരിക്കും നിങ്ങളുടെ പ്രതിഫലം. യേശുവേ, ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോഴും, ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും ഞാൻ തിരിച്ചറിയുന്നു, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ ദൈവമാണ്. ഈ കൃപയിലേക്ക് ആത്മാവേ, പരിശുദ്ധാത്മാവാണ് ശക്തി തരുന്നത്. ഏത് തകർച്ചകളിലും നടക്കാൻ ആത്മാവെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സ്വാന്തന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ
കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. നമുക്ക് കരങ്ങൾക്കൊപ്പം ഒറ്റ കാര്യമാണ് ദൈവം നൽകുന്നത്. യു ആർ നോട്ട് അലോൺ. ദ ടൈം ഓഫ് പെർസിക്യൂഷൻ ഐ ആം വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ഈശോയെ, ഈ ആശീർവാദം, ആ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ എനിക്ക് കൂട്ടായിരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ അടുത്തുണ്ട്. ഈ ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിൽ യേശുവേ, അനേകം മക്കളിൽ ഈ ഒരു കൃപ, ഈ ഒരു അഭിഷേകം നീ നിറയ്ക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.